ഒരു പണ്ഡിതനാവുമ്പോൾ ആ പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവശ്യമായ സംഗതിയാണ് ഇസ്തിഖാമത്തിന് മേൽ നിന്ന് പോരുക. അൽ ഇസ്തിഖാമത്തു ദറജത്തുൻ ല യുതീഖഹ ഇല്ലൽ അകാബിർ. അതൊരു ഉന്നതമാവുന്ന ഒരു സ്വഭാവ ഗുണമാണ് ഇസ്തിഖാമത്ത്. ആ ഇസ്തിഖാമത്തിൽ ഈ പറയപ്പെടുന്ന സംഗതികളൊക്കെ പെട്ടു. ല യുതീഖഹ ഇല്ലൽ അകാബിർ. അത് സാധാരണ എല്ലാവർക്കും ഉണ്ടാക്കി തീർക്കാൻ കഴിയുന്നതായ ഒരു സംഗതിയല്ല. അതുകൊണ്ടാണ് ഇസ്തഖീമു വലം തുതീഖൂ. ഇസ്തിഖാമത്തിന് നിങ്ങൾ ഉണ്ടാക്കി തീർക്കണം, പക്ഷെ വലം തുതീഖൂ, അത് ഉണ്ടാക്കി തീർക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ലെങ്കിൽ പിന്നെ ഉണ്ടാക്കണം എന്ന് പറയണ്ടല്ലോ. അതിൻ്റെ അർത്ഥം എന്താ? മനുഷ്യൻ എന്നുള്ള നിലക്ക് നമ്മൾ അമ്പിയാക്കന്മാരല്ല. അപ്പോൾ ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ള നിലക്ക് നമുക്ക് എത്രമാത്രം ഇസ്തിഖാമത്തിന് ഉണ്ടാക്കി തീർക്കാൻ സാധിക്കോ ആ നിലക്ക് നമ്മൾ ഉണ്ടാക്കി തീർക്കാനും വേണ്ടി നമ്മൾ ശ്രമിക്കാം. അതുകൊണ്ടാണ് ഈ മഹത്താവുന്ന ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാന്മാർ പറഞ്ഞു, ഹഖുൻ അലാ മൻ ഫഹിമ അനില്ലാഹ് വഅഖല അൻഹു. ഈ വിശുദ്ധമാവുന്നതായ ദീനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ മനസ്സിലാക്കാനും അതിനെ പഠിക്കാനും നിർദ്ദേശിച്ചതായ മാർഗത്തിൽ കൂടി അതിനെ ഒരാൾ മനസ്സിലാക്കൽ അവനിക്ക് ഏറ്റവും ബാധ്യതയായ ഒരു സംഗതിയാണ്. അവനെ സംബന്ധിച്ചിടത്തോളം ഒരു കടമയാണ്. അവൻ്റെ എല്ലാ വാക്കുകളിലും അവൻ സത്യത്തിൽ അവൻ എപ്പോഴും അവൻ അതിന്മേൽ നിന്നുകൊണ്ടേ നിൽക്കണം. അപ്പം നമ്മളൊക്കെ പല ജാതി പ്രവർത്തനങ്ങൾക്കും ദീനി രംഗത്ത് നമ്മൾ ഇടപെടുമ്പോൾ അത് സാധിപ്പിച്ചെടുക്കാൻ വേണ്ടി അസത്യം നമ്മളിൽ നിന്നുണ്ടാവാൻ പാടുള്ളതല്ലാതെ. അപ്പം നമ്മളെ വാക്കുകൾ എപ്പോഴും അത് സത്യമായ വാക്കുകളാവണം. സത്യം നമ്മൾ പറയാൻ പാടുള്ളൂ. ഏതെങ്കിലും നിലക്കുള്ളതായ ജനങ്ങൾ മുന്നിൽ നിന്ന് കഴിച്ചിലാവാനോ അല്ലെങ്കിൽ അവരെ സംതൃപ്തരാക്കാനോ അല്ലെങ്കിൽ നമുക്ക് മറ്റു വല്ല കാര്യങ്ങൾ അവരിൽ നിന്ന് ലഭിക്കപ്പെടാനോ കെതിവിനെ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. സത്യത്തിൻ്റെ മേൽ മാത്രം നിന്ന് പോരണം നാം. വലിയ ഇഖ്ലാസ് ഫിൽ അഅ്മാൽ. മറ്റൊന്ന്, നമ്മുടെ പ്രവർത്തനങ്ങളിൽ യഥാർത്ഥ ഇഖ്ലാസിനെ നമ്മൾ ഉണ്ടാക്കി തീർക്കണം. അൽ അഅ്മാലു സുവറുൻ ഖായിമാന്ന്. പ്രവർത്തനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ കാണപ്പെടുന്ന ഒരു രൂപങ്ങളാണ്. അതിൻ്റെ ആത്മാവ് അത് ഇഖ്ലാസാണെന്ന്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ മാത്രം, അള്ളാഹുവിൻ്റെ വജ്ഹിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടിട്ട് മറ്റുള്ള ആളുകളിൽ നിന്ന് ഏതെങ്കിലും നിലക്കുള്ള പ്രശംസ നമുക്ക് ലഭിക്കപ്പെടട്ടെ എന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും താല്പര്യങ്ങൾ ലഭിക്കപ്പെടാൻ വേണ്ടിയോ ആ ഉദ്ദേശം ഒന്നുമില്ലാത്ത നിലക്കുള്ള പ്രവർത്തനങ്ങളാവണം നമ്മളെ പ്രവർത്തനം. ഒരു പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം ആ പണ്ഡിതൻ്റെ പ്രവർത്തനം ആ നിലക്കുള്ളതായ ഇഖ്ലാസോട് കൂടിയുള്ള പ്രവർത്തനമാവണം.